ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന പോലെ മാതൃസംഘടനയിലേക്ക് മടങ്ങുവാനുള്ള എൻ്റെ താല്പര്യം കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കളായ അതിൽ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയെയും മറ്റ് ഭാരവാഹികളെ അറിയിച്ചിരുന്നു. ഇന്ന് ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും മാതൃസംഘടനയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി അവരെന്നെ സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്തു. എനിക്കിന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. 1993 ഞാൻ എൻ്റെ മാതൃസംഘടന വിട്ട് സത്യത്തിൽ ഞങ്ങളുടെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, പിതൃഗൃഹത്തിൽ നിന്ന് സ്വത്തെല്ലാം വാങ്ങി ധൂർത്തപുത്രനായി കുറേ കാലം ജീവിച്ച് എല്ലാം തകർന്ന അവസ്ഥയിൽ എൻ്റെ പിതൃഭവനത്തെക്കുറിച്ച് ഒരു ചിന്ത എനിക്കുണ്ടായി. അവിടെ എൻ്റെ സഹോദരങ്ങളും മറ്റുള്ളവരെല്ലാം വളരെ സന്തോഷത്തോടെ കഴിയുന്നത് കാണുമ്പോൾ എൻ്റെ പിതൃഗൃഹത്തിൽ പോയി എനിക്ക് വീണ്ടും അവരോടൊപ്പം ജീവിക്കണമെന്നൊരാഗ്രഹം ഉണ്ടാകുകയും ആ ധൂർത്തപുത്രൻ്റെ കഥ പോലെ തന്നെ ഞാനിപ്പോൾ മടങ്ങി വന്നു. എന്നെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാൻ എൻ്റെ പിതൃഗൃഹത്തിലെ ഇപ്പോഴത്തെ കുടുംബനാഥനടക്കമുള്ള ആളുകൾ തയ്യാറായിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയും കാലം പല വിധത്തിൽ പ്രവർത്തിച്ചുവെങ്കിലും അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ കെ എം മാണി സാറിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ആരാധനയും സ്നേഹവും ഒക്കെ നിലനിന്നിരുന്നു. കാരണം 1976 ആരംഭത്തിലാണ് KSCയുടെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന PC ജോസഫിനെയും ജനറൽ സെക്രട്ടറിമാരായിരുന്ന എന്നെയും ശ്രീ PC ജോർജിനെയും അന്നത്തെ പാർട്ടി ചെയർമാൻ ശ്രീ KM ജോർജ് സാറ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ മാണി സാറ് ഞങ്ങളെ 3 പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളില്ലാത്ത കേരള കോൺഗ്രസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗർജിക്കുന്ന ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുകയാണ്. അതൊരു വലിയ പിളർപ്പിലേക്കാണ് നീങ്ങിയത്. ആ പിളർപ്പ് കാലഘട്ടത്തിൽ മാണി സാറിൻ്റെ ഒരു നിഴൽ പോലെ അദ്ദേഹത്തോടൊപ്പം പിന്തുടർന്നയാളാണ് ഞാൻ. 1980 എനിക്ക് നിയമസഭയിൽ മത്സരിക്കുവാൻ സീറ്റ് തന്നു. നിർഭാഗ്യവശാൽ അന്ന് പരാജയപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് അന്ന് മത്സരിച്ചത്. അന്ന് പരാജയപ്പെട്ടു. ആ പരാജയത്തിൻ്റെ പിന്നിൽ ഞങ്ങളെ പരാജയപ്പെടുത്തിയത് വളരെ കുശാഗ്രബുദ്ധിയും തന്ത്രശാലിയുമായിരുന്ന ശ്രീ TM ജേക്കബിൻ്റെ കരങ്ങളാണ്. അദ്ദേഹം അന്ന് ജോസഫ് ഗ്രൂപ്പിലെ സജീവ നേതാവായിരുന്നു. അദ്ദേഹം എൻ്റെയും അന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച ശ്രീ ജോർജ് മാത്യുവിൻ്റെയും ചിഹ്നം കുതിരച്ചിഹ്നമായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കുമെതിരെ പാർലമെൻറ്റിലേക്കൊരു ജോർജ് മാത്യുവിനെയും നിയമസഭയിലേക്കൊരു ജോണിയെയും ഒട്ടക ചിഹ്നത്തിൽ മത്സരിപ്പിച്ചു. ആ ഒട്ടകം പാർലമെൻറ്റിലേക്ക് 13,000 വോട്ടുകളും നിയമസഭയിലേക്ക് 4,700 വോട്ടുകളും പിടിക്കുകയുണ്ടായി. ഞങ്ങൾ 2 പേരും പരാജയപ്പെടുവാനുള്ള കാരണം TM ജേക്കബിൻ്റെ ആ കുശാഗ്ര ബുദ്ധിയിലൂടെ വന്ന ആ തന്ത്രപരമായ നീക്കമായിരുന്നു എന്നുള്ള വസ്തുതയും ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ്. പിന്നീട് 91 എനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ അവസരമുണ്ടായത്. അന്നും മാണി സാറ് രണ്ടാമത് ആലോചിക്കാതെ എനിക്ക് തന്നെ സീറ്റ് തന്നു. ഞാൻ വിജയിച്ച് MLA ആയി നിയമസഭയിൽ വന്നു. നിർഭാഗ്യവശാൽ 93 ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സഹപ്രവർത്തകരായ സ്നേഹിതന്മാർക്ക് അവരുടെ അയോഗ്യത ഉണ്ടാകരുത് എന്നുള്ള അവരുടെ നിലവിളിച്ചുള്ള അഭ്യർത്ഥന മാനിച്ച് അവരോടൊപ്പം നിൽക്കുവാൻ ഇടയായി. അങ്ങനെ ജേക്കബ് ഗ്രൂപ്പിൻ്റെ ഭാഗമായി ആ പാർട്ടിയുടെ ചെയർമാനായി 27 വർഷക്കാലം പ്രവർത്തിച്ചു. TM ജേക്കബിൻ്റെ മരണശേഷം തീർച്ചയായും മാതൃപാർട്ടിയിലേക്ക് മടങ്ങണം എന്നുള്ള ആഗ്രഹം പലപ്പോഴും ഞാൻ പ്രകടിപ്പിച്ചു. മാണി സാറ് ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ അതിനുള്ള വഴിയൊരുക്കുവാനുള്ള ഒട്ടേറെ നീക്കങ്ങൾ നടത്തുകയുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും നടന്നില്ല. അദ്ദേഹം പെട്ടെന്ന് രോഗബാധിതനായി നമ്മളിൽ നിന്ന് വിട്ടുപോവുകയുണ്ടായത്. ഏതായാലും ഞാൻ ആ നീക്കം തന്നെ തുടർന്നു. ഇപ്പോഴാണ് അതിനനുകൂലമായ ഒരു സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ 6 മാസമായി ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ച് മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെയായി മുന്നോട്ട് പോവുകയായിരുന്നു. അതെല്ലാം പാർട്ടി ചെയർമാൻ പറയും. ഏതായാലും എന്നെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞു. ആ സന്തോഷത്തിലാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണുന്നത്. ഒരു കാര്യമേ ഉള്ളൂ, ഇവിടെ കേരള കോൺഗ്രസ് എം അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തമായ അടിവേരുകളുള്ള ഒരു വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കൂടുതൽ വ്യാപിപ്പിക്കുവാനും കൂടുതൽ ആളുകളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാനും ഉള്ള പരിശ്രമമായിരിക്കും ഇനി ഞാൻ ചെയ്യുന്നത്. എന്നോടൊപ്പം വളരെ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഒട്ടേറെ ആളുകൾ, നേതാക്കന്മാർ, ഇങ്ങ് കാസർഗോഡ് മുതൽ ഇപ്പുറത്ത് നമ്മുടെ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ എന്നോടൊപ്പം മാതൃസംഘടനയിലേക്ക് വരുവാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയും
ഞാൻ ഇത്തരണത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. എപ്പോഴാണ് അവരൊക്കെ അതെല്ലാം പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് എങ്ങനെയാണ് അവരെ കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒരാൾ ഒരു തെരഞ്ഞെടുപ്പ് സമീപിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പാർട്ടിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ആളുകളുടെ പ്രചാരണം അത് സീറ്റ് മോഹിച്ചു വരുന്നതാണ് എന്നാണ്. ഞാൻ അതുകൊണ്ടാണ് അസന്നിഗ്ധമായി കഴിഞ്ഞ ദിവസം പത്രക്കാരോട് പറഞ്ഞത് പാർലമെൻ്ററി മോഹങ്ങളില്ല. ഞാൻ നീണ്ട 15 വർഷക്കാലം കേരള നിയമസഭയിൽ അംഗമായിരുന്നു. സാമാന്യം നല്ല നിലയിൽ അന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് പാർലമെൻ്ററി മോഹങ്ങൾ ഇല്ല എന്ന് തന്നെ വളരെ ശക്തമായി പറയുന്നു. അതിപ്പോഴും ആവർത്തിക്കുന്നു. അല്ല, അത് പാർലമെൻ്ററി മോഹം എന്ന് പറഞ്ഞാൽ അതെല്ലാം അതിനകത്ത് വരുമല്ലോ. അതുമാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2026 അപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് എന്താ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ പെട്ടെന്ന് മാറുന്നതാണ് കേരളത്തിൽ. അപ്പോൾ 2026 കാര്യം ഇപ്പോഴേ എങ്ങനെ പറയാൻ കഴിയും? ആരൊക്കെ ജീവിച്ചിരിക്കും? ഞാൻ തന്നെ ജീവിച്ചിരിക്കുമെന്ന് എന്തെങ്കിലും നിശ്ചയമുണ്ടോ? 2020 ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ പാർലമെൻ്ററി മോഹങ്ങളൊന്നുമില്ല, സ്ഥാനമാനങ്ങളൊന്നും മോഹിക്കുന്നില്ല. പാർട്ടിയിലെ ഒരു സാധാരണ മെമ്പറായി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായി നിയമസഭയിലേക്ക് ഞാൻ മത്സരിച്ചത് LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് 1980. അന്ന് LDFുമായി വളരെ ആത്മബന്ധമുണ്ട്. ആ ആത്മബന്ധം ഇന്നും ഞാൻ നിലനിർത്തുന്നുണ്ട്. എൻ്റെ മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ LDFിൻ്റെ ആളുകൾക്കൊക്കെ ഞാൻ ഈ പുതിയ തീരുമാനമെടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത്. അവരൊക്കെ എന്നെ നേരിൽ വന്ന് കാണുകയും എന്നെ ടെലിഫോണിലൂടെ അഭിനന്ദനം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുമായി നല്ല ബന്ധം. MLA ആയിരുന്ന സന്ദർഭത്തിൽ അവരൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും വരുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക ഞെരുക്കമാണ് കേരളത്തിൽ സർക്കാരിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. സാമ്പത്തികമില്ല. സാമ്പത്തിക ഞെരുക്കം മൂലം ധാരാളം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നെങ്കിലും അതിന് കഴിയാത്തൊരു സാഹചര്യമാണ്. വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണ്ടേ. എന്തുകൊണ്ട് ഇതില്ലാതായിരിക്കുന്നു? കേന്ദ്രം അക്ഷരാർത്ഥത്തിൽ ഞെക്കിക്കൊല്ലുമല്ലേ. ഈ സർക്കാരിനെ ഒരു വിധത്തിലും പ്രവർത്തിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ സാമ്പത്തികമായി ഞെരുക്കി ഈ സർക്കാരിനെ ജനങ്ങളുടെ മുമ്പിൽ അപകീർത്തിപ്പെടുത്തുവാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള നീക്കമാണ് ഇതെന്നാണ് ഞാൻ കരുതുന്നത്. കേരള കോൺഗ്രസിൽ അതിർത്തർ ഇനിയുണ്ടോ? എന്തോ കേരള കോൺഗ്രസിൽ അതിർത്തരായിട്ടുള്ളവരുണ്ടോ? അവരിങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് ജോസഫ്, ഞാനിപ്പോൾ അതിൽ നിന്നാണല്ലോ പോരുന്നത്. ആ പാർട്ടിയിൽ സംസ്ഥാനത്തെമ്പാടും അസംതൃപ്തരായ നിരവധി ആളുകളുണ്ട്. വലിയ നേതാക്കന്മാരുൾപ്പെടെ സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ ആ പാർട്ടിയിൽ അസംതൃപ്തരാണ്. ആ പാർട്ടിയിലെ അസംതൃപ്തി അവർക്കിങ്ങനെ പ്രകടമാക്കിക്കൊണ്ട് മൗനമായി ഇപ്പം നിൽക്കുകയാണ്. അവരൊക്കെ ഞാനുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ പാർട്ടി ചെയർമാൻ്റെ അനുവാദത്തോടു കൂടി അവരെല്ലാം ബന്ധപ്പെട്ട് ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാനുള്ള പരിശ്രമം നടത്തും. കൂട്ടായി ആയിരിക്കില്ല, ഓരോ ജില്ലകളിലും പോയി ആ ആളുകളെ കണ്ടെത്തി അവരെ എല്ലാം, അല്ലെങ്കിൽ അവരെ ഒരുമിപ്പിച്ച് കൂട്ടി പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഈ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും മാണി സാറ് ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ആ പ്രഭാവവും അന്നത്തെ ആ ശക്തിയുമെല്ലാം ഇപ്പോഴും പാർട്ടിക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് കുറേ കൂടി ശോഭയുള്ള ഒരു പാർട്ടിയാക്കി ഇതിനെ മാറ്റുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കും. പല ആളുകളും രംഗത്ത് വന്നിട്ടുണ്ട്. ജോസഫ് വിഭാഗത്തിനകത്ത് ഇപ്പോൾ സജി മഞ്ഞക്കടമ്പൻ തന്നെ കോട്ടയം സീറ്റിനെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സീറ്റ് മോഹികൾ ആ പാർട്ടിയിലുണ്ടോ? ഞാനിപ്പോൾ അവരുടെ ആഭ്യന്തരകാര്യമായതുകൊണ്ട് അതേക്കുറിച്ച് പറയുന്നില്ല. മാധ്യമങ്ങളിലൂടെ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ശിഥിലമാകാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ തന്നെ ഒരു പാർലമെൻറ്റ് സീറ്റ് അവർക്ക് കിട്ടുമെന്നായപ്പോൾ നിലവിൽ 6-7 പേർ രംഗത്ത് വന്നതായിട്ടാണ് മാധ്യമങ്ങളിലൂടെ കാണുന്നത്. അത് അവരുടെ കാര്യമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഏതായാലും ആഭ്യന്തര കലഹമില്ലാതെ ആ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരിക്കലും മുതിരയും പയറും ഒരുമിക്കില്ല. ആ ഒരു വിധത്തിലാണത് കിടക്കുന്നത്. ജോസഫ് ഗ്രൂപ്പ് വീണ്ടും പിളരുമെന്നാണോ എന്ന് ഞാൻ പറയുന്നില്ല. അതിൽ അസംതൃപ്തർ വളരെയേറെയുണ്ട്. അസംതൃപ്തി ഉള്ളതുകൊണ്ടും മറ്റൊരു പാർട്ടിയിലേക്ക് ഇപ്പോൾ പോകുന്നത് എങ്ങനെയെന്നുള്ള ചിന്ത കൊണ്ടും അതിനകത്ത് നിൽക്കുന്നവരാ മഹാഭൂരിപക്ഷവും.